ഹായ്, ഇന്ന് അരിപ്പൊടി വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത്. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാര ഒരു ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അതിലോട്ട് ഒരു 5-6 ഏലക്കായും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചിട്ട് നമുക്കതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിലോട്ട് 1 കപ്പ് നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് ഈ പൊടിച്ച പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി അതിലോട്ടൊന്ന് ചേർത്തെടുക്കാം. ഇനി ഒരു 2.5 കപ്പ് തേങ്ങാപ്പാലാണ് ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അരിപ്പൊടി എടുത്ത അതേ കപ്പിൻ്റെ 2.5 കപ്പ് തേങ്ങാപ്പാൽ നമുക്ക് ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കട്ടയില്ലാതെ നമ്മൾ ഈ ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം. അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യമെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഈ ഒരു ബാറ്റർ നമ്മൾ 2 പാത്രത്തിലോട്ട് തുല്യമായി എടുത്തിട്ട് അതിലെ ഒരു ബാറ്ററിലോട്ട് നമ്മൾ കുറച്ച് യെല്ലോ കളർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കുക. അതിലൊരു സ്റ്റാൻഡ് വെച്ചിട്ട് ഇതുപോലെ റൗണ്ടിലുള്ള ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു പാത്രം നെയ്യ് പുരട്ടിയിട്ടാണ് ഞാൻ വെച്ചെടുത്തിട്ടുള്ളത്. അതിലോട്ട് ആദ്യം ഒരു ഞാനിവിടെ വെള്ള കളറിലുള്ള മാവാണ് ആദ്യം ഒഴിച്ച് കൊടുക്കുന്നത്. ഒരു 1.5 തവി മാവ് ആദ്യം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 3 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. 3 മിനിറ്റിന് ശേഷം ഇത് നന്നായിട്ട് മേലെ വെന്തിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ അടുത്ത യെല്ലോ കളർ ഇതിൻ്റെ മേലെ ഒരു സ്പൂണ് വെച്ചിട്ട് പതിയെ ഒഴിച്ച് കൊടുക്കാം. ഇനി അതുപോലെ ഒരു 3 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. അങ്ങനെ ഈ ഒരു 2 മാവും കഴിയുന്നത് വരെ നമ്മൾ ഇതുപോലെ ലെയറായിട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓരോ ലെയറും നമ്മളൊരു 3 മിനിറ്റ് വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇത് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ വെള്ളം വറ്റിയിട്ടില്ല എന്നുള്ളത് നമ്മളൊന്ന് ഇടയ്ക്ക് പരിശോധിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നമ്മളിത് സ്റ്റീം ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഞാനിവിടെ അവസാനത്തെ ലെയറും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ്. ഇനി ഇത് ഒരു 15 മിനിറ്റ് മുതൽ 25 മിനിറ്റ് വരെ നമുക്ക് മുഴുവനായിട്ടും വേവിച്ചെടുക്കണം. ഇനി ഇത് വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. അതിവിടെ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പാത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കാം. തണുത്തതിന് ശേഷമാണ് ഇത് പാത്രത്തിൽ നിന്ന് മാറ്റേണ്ടത്. ഇപ്പോൾ നമുക്ക് വളരെ പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് ലെയറുകളൊക്കെ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് പ്ലേറ്റിലോട്ട് മറിച്ചിട്ടിട്ട് നമുക്കൊന്ന് മുറിച്ച് നോക്കാം. ഈ മുറിച്ച് നോക്കുമ്പോൾ നമുക്ക് വളരെ പെർഫെക്റ്റായിട്ട് തന്നെ ഇതിൻ്റെ ലെയറുകളൊക്കെ ശരിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള ഈ ഒരു റെസിപ്പി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇത്തരം വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പികൾക്കായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു അടിപൊളിയ വീഡിയോയുമായി ഞാൻ വരുന്നത് വരേക്കും ബായ്.